ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് ഭയങ്കര തമാശയാണ് കേട്ടോ. ഇത് വളരെ സീരിയസ് ആയിട്ട് അത് എടുക്കണ്ട. ഇതൊരു തമാശയായിട്ട് എടുത്താൽ മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയുമായിട്ടുള്ള സംഖ്യകൾ ചെയ്ത് കൂട്ടുന്നതാ. ശ്രീരാമന്റെ പേരും വിളിച്ചത് റാം ക നാം മേ, ദൈവത്തിന്റെ പേരും വിളിച്ചുകൊണ്ട്, അല്ല ശ്രീരാമന്റെ പേരും വിളിച്ചുകൊണ്ട് അവർ വിളിക്കുന്നത് ദൈവമായിട്ടുള്ള ശ്രീരാമനെയല്ല, ഏതോ ഒരു ആളെയാണ് വിളിക്കുന്നത്. റോഡ് നേരിളെ ഇറങ്ങി അങ്ങ് അഴിച്ച് വിട്ടിരിക്കുകയാണ്. അടിച്ച് പൊളിക്കുക. അമ്മയ്ക്ക് വിളിക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ കൂട്ടത്തിൽ ശ്രീരാമനും വിളിക്കുന്നുണ്ട്. ഒരു പാവപ്പെട്ട ഓട്ടോ ഡ്രൈവറുടെ ഗ്ലാസ് അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായിട്ട് നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. ഒരു കൂട്ടം ഭ്രാന്തന്മാരെ അഴിഞ്ഞാടാൻ വിട്ടിട്ടുള്ള അവിടെയുള്ള ഭരണകൂടം, എന്തിനു പറയുന്നു, ഇന്ത്യയുടെ ഭരണകൂടം തന്നെയാണ് ഇതിനെ കൂടുതലും ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. ഇവരെ ഒന്നാമത്തെ പ്രശ്നം വിദ്യാഭ്യാസം ഇല്ല, എല്ലാവർക്കും വേണ്ട. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റഗറൈസ്ഡ് ആയിട്ടാണ് ഇവർ ലഹരി ഉപയോഗിക്കുന്നത്. കുട്ടികൾക്ക് ഇത്ര, കുറച്ച് മുതിർന്നവർക്ക് ഇത്ര എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ലഹരി ഉപയോഗം. അടിപൊളിയാ. ഈ ഒരു നാട്ടിൽ ഇവർ കിടന്ന് കാണിക്കുന്നത് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല അല്ലെ. ഈ റോട്ടിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് ശരിക്കും ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് മാത്രമൊന്നുമല്ല, റോട്ടിലൂടെ പോകുമ്പോൾ എല്ലാവരെയും, വഴിയിൽ കാണുന്ന എല്ലാവരെ കൊണ്ട് ശ്രീരാമനെ വിളിപ്പിക്കണം. അതുകൂടാതെ അച്ഛനും അമ്മക്കും തെറി വിളിക്കണം, അവരെ നാലടിക്കണം, ഗ്ലാസ് അടിച്ചു പൊളിക്കണം. അങ്ങനെ പ്രത്യേകതരം ഒരു അനുഭൂതിയാണ് ഇവർക്ക്. ഇത് ഇന്ത്യയിലാണ്. ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് കാണാൻ കാനഡയിലാണ്. കണ്ടോ. ഭാരത് മാതാ കി ജയ്, ജയ് ശ്രീറാം. പിന്നെ കുറെ അമ്മയ്ക്കും അച്ഛനും തെറി. നാളെ ഇവർ തെരുവീതികളിൽ അമ്മയും പെങ്ങന്മാരെയൊക്കെ ഇതേപോലെ തന്നെ ബലാത്സംഗം ചെയ്തുകൊണ്ട് ജയ് ശ്രീറാം എന്ന് വിളിച്ചു കൊണ്ടോടും. ഒരു സംശയവും വേണ്ട. ഖലിസ്ഥാനും അതേപോലെ പാകിസ്ഥാനും ഇന്ത്യയും ഇവർ തമ്മിൽ എവിടെ പോയാലും അടിയാണ് എന്നുള്ളതാണ്. ഈ ഒരു അടിയുടെ ഭാഗമായിട്ടാണ് നോർത്ത് ഇന്ത്യയിലുള്ള കുറെ തീട്ടങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ഇന്ത്യയുടെ കൊടി ഉയർത്തിക്കൊണ്ട് അവിടെ അക്രമം അഴിച്ചുവിടുന്നത്. ഇന്ത്യയുടെ കൊടി ചൂണ്ടുന്നതിലും പിടിക്കുന്നതിലും മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. അവരുടെ കോണകം അവർ വീശുന്നത് കൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ മറ്റുള്ള രാജ്യത്തേക്ക് എന്തിനാണ് പോകുന്നത് വെച്ചാൽ അത് ചെയ്ത് പതുക്കെ വരിക. നിങ്ങൾ പഠനാവശ്യമാണ് പോകുന്നതെങ്കിൽ പഠിക്കുക, തിരിച്ചു വരിക. അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ട് മറ്റുള്ള ആളുകളെ കൊല്ലാനും അല്ലെങ്കിൽ ഇമ്മാതിരി ചൊറിയാനും പോകുന്നത്? ഇന്ത്യയിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, നല്ല അടിപൊളി സ്വാതന്ത്ര്യമുണ്ട്, ഒന്നും ചെയ്യില്ല നിങ്ങൾ ആരും. അതേപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അതേ ഊളത്തരം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിൻ്റെ അകത്ത് കിടന്ന് കുത്തിമറിയേ. ഇപ്പോൾ ബംഗ്ലാദേശിലുള്ള മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര നാക്ക. അതുകൂടാതെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ എവിടെയൊക്കെ മുസ്ലിങ്ങൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കാട്ടിക്കൂട്ടല. ഈ ഇന്ത്യയിലെ ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ മറ്റു രാജ്യങ്ങളിൽ പല ആളുകളും മറ്റു വൃത്തികേടുകൾ ചെയ്യുന്നു, തീവ്രവാദം ചെയ്യുന്നു. നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ തീവ്രവാദികൾ. ഇവിടെയുള്ള RSSകാരാണ്, ഇവിടെയുള്ള തീവ്ര മനോഭാവമുള്ള ഹിന്ദുക്കൾ തന്നെയാണ് ഇവിടെയുള്ള ഈ രാജ്യത്തിന്റെ തീവ്രവാദി പട്ടം അലങ്കരിക്കാൻ ഏറ്റവും യോഗ്യര്. റോഡ് നീളെ ആളുകളെ ആക്രമിച്ച് അക്രമം അഴിച്ചുവിട്ട് അനാവശ്യമായിട്ട് മനുഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് ഇടപെടലുകൾ നടത്തുക. എന്തിനാടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ആ ഒരു ചാണകത്തിലെ പുഴുവായി അങ്ങ് അരിച്ചു പോയാൽ പോരെ? മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് ഇന്ത്യ എന്ന മഹാരാജ്യത്തോട് അത്ര അധികം സ്നേഹമുണ്ടെങ്കിൽ അവിടെ കിടന്ന് മുദ്രാവാക്യം വിളിക്കാതെ തിരിച്ചിങ്ങുവാ. ഈ രാജ്യത്ത് നിന്ന് മുദ്രാവാക്യം വിളിക്കുക, തല്ലുകൂട്, എന്ത് പണ്ടാറച്ച ചെയ്യും. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയി നമ്മുടെ പതാകയെ അപമാനിക്കരുത് കേട്ടോ. ഇതൊക്കെ ഓക്കെ. അതായത് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ആരോ കളിയാക്കി അല്ലെങ്കിൽ നമ്മുടെ കൊടി ചവിട്ടി, ഇതിനൊക്കെ ഭാഗമായിട്ടാണ് ഇവര് എതിർത്ത് നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ ആ രാജ്യത്ത് പോയിട്ടുള്ളത് നമ്മുടെ കൊടിയെ സംരക്ഷിക്കാനോ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ? അല്ല. നിങ്ങൾ വിദ്യാഭ്യാസം നേടി ജോലിയെടുത്ത് നിങ്ങളുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നിങ്ങൾ കാണുമ്പോൾ ഒരു പ്രശ്നത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ തെറ്റില്ല. സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാം, അവിടെ പോലീസുകാരോട് കാര്യങ്ങൾ പറയാം, കംപ്ലൈന്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തിനാണ് അനാവശ്യമായിട്ട് ഒരു തെറ്റും ചെയ്യാത്ത കനേഡിയൻസിന്റെ വാഹനങ്ങൾ പോലും അടിച്ചു പൊളിക്കാൻ ശ്രമിക്കുകയാണ്? ഓക്കെ, ഇതൊക്കെ സഹിക്കാം. അടുത്തതാണ് സഹിക്കാൻ പറ്റാത്തത്.
ഫ്രാൻസിൽ, പാരീസിൽ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം ഇവരെങ്ങനെയാണ് കാത്തത് കാണണ്ടേ? കണ്ടോ. അടിപൊളി. ഒരുപാട് നാളികേരം പാരീസിലെ ഒരു ടൗണിന്റെ നടുവിൽ കൊണ്ടുവച്ച് നടു റോട്ടിലിട്ട് എറിഞ്ഞ് ഉടച്ചതാണ്. ഈ ഒരു കാര്യത്തിനെ കമന്റ് ചെയ്ത ഒരുപാട് ഇംഗ്ലീഷുകാരുണ്ട് കേട്ടോ, വിദേശികളുണ്ട്. അവർ ശരിക്കും പറയുന്നതിന് എന്തിനാണ് അനാവശ്യമായിട്ട് ഭക്ഷണം നശിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അറിയില്ല. ഈ ഇന്ത്യയിലോട്ട് വന്ന് നിങ്ങൾ എന്ത് തേങ്ങാക്കൊല ചെയ്യും, എന്ത് തേങ്ങാക്കൊല ഉടക്കി, എന്ത് പണ്ടാറടച്ച ചെയ്യും. മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് എന്തിനാ വെറുതെ ഈ ഊളത്തരം കാണിക്കുന്നത്? സ്വന്തം രാജ്യത്തോട് അത്ര അധികം സ്നേഹം ഉണ്ടെങ്കിൽ തിരിച്ചു വാ, ഈ നാട്ടിൽ നിൽക്ക്. മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അവരെ ഉപദ്രവിച്ചുകൊണ്ട് അവരെയും പിഴിഞ്ഞ് അവരെ കഴുത്തും പിടിച്ച് ജീവിക്കുക എന്നാണ് തീരുമാനം. നരേന്ദ്രമോദി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലുള്ള ആളുകൾ അവരൊന്നും ചെയ്യില്ല എന്ന് വിചാരിക്കണ്ട. അവരെ ആ രാജ്യത്തിന് സഹി കെട്ട് കഴിഞ്ഞാൽ പണി തരും. നിങ്ങൾക്ക് അവരെ ഉപദ്രവിച്ച് സഹി കെട്ട് കഴിഞ്ഞാൽ എന്തായാലും പണി തരും. എന്താണ് പണി കിട്ടാൻ പോകുന്നറിയോ? ഈ നോർത്ത് ഇന്ത്യൻസിന്റെ മാതിരി തീട്ട പരിപാടികൾ ഈ സൗത്ത് ഇന്ത്യക്കാർക്കാണ് പണി കിട്ടുക. നമ്മൾ അങ്ങോട്ട് പോണ സമയത്ത് നമ്മൾ ഇന്ത്യക്കാർ എന്ന രീതിയിലേക്കാണ് മാറ്റുക. ദയവ് ചെയ്ത് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇനിയെങ്കിലും ഞങ്ങളുടെ പാസ്പോർട്ടിൽ നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്നൊന്ന് മെൻഷൻ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. കാരണം ആ ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെങ്കിൽ അവരെ കൂടെ കൂട്ടാം എന്നുള്ള ഒരു ബോധം ഉണ്ടാവും. അല്ലാത്ത പക്ഷം അവർ നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്താൻ എളുപ്പമാവുമല്ലോ. ഇന്ത്യക്കാര് എന്ന് പറയുമ്പോൾ എൻ്റെയും കൂടി നെഞ്ചത്തോട്ടാണ് എൻ്റെ പൊന്നു മക്കളെ അത് തറക്കണത്. ദയവ് ചെയ്ത് ആ ഊളത്തരം നിർത്തുക. ഇനിയും കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. കാനഡയിൽ വേറൊരു സാധനം കൂടിയുണ്ട്. ഇത് കണ്ടോളൂ. ഇത് നമ്മുടെ ഹിന്ദു ആചാരം എന്നൊക്കെ പറയുന്ന കുറേ പരിപാടികളുണ്ട്. അതേ പരിപാടിയിൽ ഒരു സാധനമാണ്. അവിടെ പോയി ചെയ്തിട്ട് ഒന്ന് കണ്ടോക്കിയേ. മിക്കവാറും എല്ലാ ഇന്ത്യക്കാരും കാനഡയിൽ നിന്നും, UK നിന്നും, അമേരിക്കയിൽ നിന്നും ഒക്കെ ചവിട്ടി പുറത്താക്കും. ഈ തീട്ടക്കുഷ്മണ്ടകൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ മറ്റുള്ള ഇന്ത്യക്കാർക്കും കൂടിയും പണി കൊടുക്കും. ന്യൂട്രലായി നിൽക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്. ആ നല്ല മനുഷ്യന്മാരെ നെഞ്ചത്തോട്ട് താണ്ഡവമാടാനുള്ള അവസരമാണ് ഈ തീട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. നിങ്ങൾ RSSന്റെ കൊടി പിടിക്കുക, ഇന്ത്യൻ പതാക പിടിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷെ അത് മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ചെയ്യല്ലേ. വെറുതെ നാണം കെടുതല്ലേ. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ രാജ്യത്ത് പോയതെങ്കിൽ പഠിപ്പ് കഴി തിരിച്ചു വരിക. അല്ലാതെ അവിടെ തന്നെയാണ് കൂടണമെന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആ പൗരത്വം സ്വീകരിച്ച് ആ രാജ്യത്തിന്റെ പതാകയൊക്കെ സ്നേഹിച്ചുകൊണ്ട് അവിടെ നിൽക്കുക. കാരണം നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ രാജ്യത്തോട് സ്നേഹമുണ്ട് എന്നുള്ളത് തന്നെയാണ് അർത്ഥം. തിരിച്ചിങ്ങോട്ട് വരാൻ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ പോയിട്ടുള്ള കാനഡയിലാണെങ്കിലും US എവിടെയാണെങ്കിലും അതിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങൾക്ക് തിന്നാൻ തരുന്ന രാജ്യം അതാണ്. അപ്പൊ ഈ രാജ്യത്തേക്ക് വന്നിട്ട് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന ആളുകളെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി തന്നെ തുറന്നു കാണിക്കണം. അതിൽ തർക്കവും വേണ്ട. പക്ഷെ നിങ്ങൾ അനാവശ്യമായി ആ രാജ്യത്ത് മറ്റുള്ള രാജ്യക്കാരുണ്ടാവും, അവരെ ഉപദ്രവിക്കല്ലേ. ഇപ്പൊ ഫസ്റ്റ് കാണിച്ച വീഡിയോ കണ്ടില്ലേ? ഇന്ത്യക്കാരെ തന്നെ ആക്രമിക്കുക. ഇന്ത്യയിൽ തന്നെയാണ് സംഭവം. തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള തീട്ടകുഷ്മാണ്ഡങ്ങൾ പാവപ്പെട്ട ആളുകളുടെ നെഞ്ചത്തോട്ട് കയറുക. ഇതൊക്കെ കണ്ടുകൊണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ട് കുരു പൊട്ടിക്കൊണ്ട് എന്നെ കമന്റ് ഇടാൻ വരുന്ന വല്ല സംഘികളോടും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ദയവ് ചെയ്ത് പൊന്നു മക്കളെ, നിങ്ങൾ ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്ത് അപമാനിക്കുന്നതിൽ കൂട്ടു നിൽക്കരുത്. ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും വേണം. നമ്മുടെ ദേശീയ പതാകയെ അപമാനിക്കാൻ പാടില്ല. ഈ ദേശീയ പതാക വീശേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ സമയങ്ങളിൽ ആ സ്ഥലങ്ങളിൽ മാത്രം അത് വീശുക. അനാവശ്യമായി ഓരോ കാര്യം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും നമ്മുടെ കൊടി ഉപയോഗിക്കരുത്. നിങ്ങൾ ആ കോണകം വീശാതിരിക്കുക, എന്ത് വേണം ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ് ജനിച്ച് വളർന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഈ ഇന്ത്യയോടുള്ള സ്നേഹം എനിക്കത് അത്രത്തോളം ഉണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ കൊടി അപമാനിക്കല്ലേ. നിങ്ങൾ നിങ്ങളുടെ കൊടി വീശിക്കോ. ദയവ് ചെയ്ത് ഞങ്ങളുടെ കൊടി അപമാനിക്കരുത്. പിന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിങ്ങൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ പഠിക്കുക, തിരിച്ചു വരിക. ദയവ് ചെയ്ത് ആ രാജ്യത്തെ ആളുകളെ ഉപദ്രവിക്കുമ്പോൾ മറ്റുള്ള ഒരു പ്രശ്നവും ഇല്ലാത്ത നല്ല മനുഷ്യന്മാർ, ഹിന്ദുക്കൾ നല്ല മനുഷ്യന്മാർക്ക് ഒരു ഭാരയാവും. കമന്റ് ബോക്സ് നിറയെ നോർത്ത് ഇന്ത്യൻസിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് സൗത്ത് ഇന്ത്യക്കാർ കമന്റ് ഇടുന്നത്.
അത് കാണുമ്പോൾ ഒരു സമാധാനമുണ്ട്. അത് കാണുമ്പോൾ സമാധാനമുണ്ട്, അതേപോലെ തന്നെ ഒരു ചോദ്യചിഹ്നമുണ്ട്. ഈ ഇന്ത്യയിൽ കേരളത്തിലുമുണ്ട് സംഘികൾ. അവര് നോർത്ത് ഇന്ത്യക്കാരെ സപ്പോർട്ട് ചെയ്യണത് കാണുമ്പോൾ വല്ലാത്തൊരു തമാശയും തോന്നുന്നുണ്ട്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ ആദ്യം സ്വന്തം രാജ്യത്തെ കാര്യം നോക്ക്, മറ്റു രാജ്യത്തെ കാര്യം പിന്നെ നോക്കാം. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഇടുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. അതൊരു സന്ദീപ് സൈനിങ് ഓഫ്.